എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നായ IIIT കോട്ടയത്തിലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ലിയ, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. ഇവിടെ ഞാൻ സെക്കൻഡ് ഇയർ CSC കോർ ബാച്ചിലാണ്. ആൻഡ് ബ്രില്യനിലാണെങ്കിൽ ഞാൻ 2023 പാസ് ഔട്ട് ചെയ്തതാണ്. ആൻഡ് അവിടെ ഞാൻ I5 ബാച്ച് എന്നാണ്. എൻ്റെ പേര് അക്ഷര, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ മുത്തോളി ക്യാമ്പസിൽ I04 റിപ്പീറ്റ് ബാച്ച് ചെയ്ത് 2024 ഞാനിവിടെ കോർ കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ്. എൻ്റെ പേര് ശിവാംശി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ I01 ബാച്ചായിരുന്നു എറണാകുളം ബ്രാഞ്ചിൽ. ഞാൻ ഇവിടെ കോർ CSC. എൻ്റെ പേര് രവിശങ്കർ ആർ, ഞാൻ കോട്ടയക്കാരനാണ്. ഞാൻ ബ്രില്യനിൽ 2023 ഇൻ്റഗ്രേറ്റഡ് ബാച്ച് പഠിച്ചതാണ്. അപ്പം ഞാനിവിടെ സെക്കൻഡ് ഇയർ കോർ CSC പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അശ്വിൻ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. ഞാൻ 2023 മാന്നാനത്തുനിന്ന് റെഗുലർ ബാച്ചായിട്ട് പാസ് ഔട്ട് ചെയ്തതാണ്. ഞാനിവിടെ സെക്കൻഡ് ഇയർ CS-ലാണ് പഠിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഏബൽ, ഞാനിവിടെ തേർഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് കോർ ബ്രാഞ്ചിൽ പഠിക്കുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. മാന്നാനം റെസിഡൻഷ്യൽ ബാച്ചിൽ 2022 പാസ് ഔട്ടായിരുന്നു. എൻ്റെ പേര് ഭരദ്വാജ്, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. ഞാൻ 2024 റിപ്പീറ്റ് ജെയ്മെൻ ബാച്ചിലുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ്. ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ IIIT കോട്ടയം തിരഞ്ഞെടുത്തത്? അതുപോലെ തന്നെ എന്താണ് IIIT കോട്ടയത്തിലെ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിന്റെ കോർ ബ്രാഞ്ചിന്റെ പ്രത്യേകതകൾ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ IIIT കോട്ടയത്തെക്കുറിച്ച് അറിയുന്നത് നമ്മുടെ ജോസ പ്ലേസ്മെൻറ്റ് സമയത്തായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഡയലമ അടിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, CET ട്രിവാൻഡ്രം വേണോ അതോ NIT കാലിക്കറ്റ് വേണോ അതോ IIIT കോട്ടയം വേണോ? അപ്പോൾ ഒരു 1-2 ആഴ്ച ഫുൾ കൺഫ്യൂഷനിലിരുന്ന സമയത്ത് നമ്മൾ 1-2 പേരോട് ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഇവിടുത്തെ സിലബസ്, നമ്മുടെ IIIT കോട്ടയത്തെ സിലബസ് ബാക്കിയുള്ളതിനെ വെച്ചും ഇൻഡസ്ട്രി ലെവലിൽ ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ കോർ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സ് തന്നെ നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളവരാണ്. അപ്പോൾ ഈവൻ നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് നോക്കി പറയുവാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം വരുന്നതിൽ നമ്മുടെ ഈ സീനിയർ ബാച്ചിൽ 200 പേര് ഉള്ളതിൽ 160 പേര് ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള IIIT അല്ലെങ്കിൽ പിന്നെ NITs നോക്കിയാലും നമുക്കിവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് സ്ട്രാറ്റജിയുമുണ്ട്. അപ്പോൾ പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ നമ്മൾ സിലബസും നോക്കിയിട്ടായിരുന്നു മെയിനായിട്ട് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി കാരണം. അതുപോലെ തന്നെ ഈ വർഷം വരുന്നതിലും നമുക്ക് കൂടുതൽ കമ്പനീസും കയറി വരുന്നുണ്ട്. ഈവൻ തേർഡ് ഇയറിൽ ഈ സമയത്ത് ഞാനിപ്പോൾ തേർഡ് ഇയറിലാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്സിനാണെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് പ്ലേസ്മെൻറ്റ്സിലെ ഡ്രൈവ്സും ട്രെയിനിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കോഡിങ് കൾച്ചറും എല്ലാം നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. ആ ഒരു റീസൺ കാരണമാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി കാരണം മെയിനായിട്ട്. ഒരു പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന 2 ടേംസിനാണ്. ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് എത്രയാണ്, ആവറേജ് പ്ലേസ്മെൻറ്റ് എത്രയാണ്. ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിൽ നോക്കുമ്പോൾ അടുത്ത വർഷത്തെ വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു ബ്രാഞ്ചും ഈ ഒരു സ്ഥാപനവും തിരഞ്ഞെടുക്കുന്നത് ഈ 2 നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു റഫ് ഐഡിയ പറയാൻ പറ്റുമോ? നമുക്ക് ഈ കഴിഞ്ഞ പ്ലേസ്മെൻറ്റ് സീസണിൽ ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് ഏകദേശം വന്നിരിക്കുന്ന ഒരു 53 LP ആണ്. നമ്മുടെ ഒരു സീനിയർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 53 lakhs per annum. അതുപോലെ തന്നെ നമുക്ക് ആവറേജ് പ്ലേസ്മെൻറ്റ് ഏകദേശം ഒരു 17 lakhs per annum നമുക്ക് ആവറേജ് ആയിട്ട് ഉണ്ട്. മേജറായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാണ്? ഏത് ഫീൽഡിലേക്കാണ് ഈ ഒരു കോർ ബ്രാഞ്ചിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അവർ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ മോസ്റ്റ് ആയിട്ട് പോകുന്നത് ഫുൾ ടൈം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറിംഗ് ജോബ്സിലേക്ക് തന്നെയാണ് ഫുൾ ടൈം ആയിട്ട് പോകുന്നവർ. അതിൽ പോകുന്നതിൽ നമുക്ക് ആമസോൺ ഉണ്ട്, IBM ഉണ്ട്, മീഡിയ ടെക് ഉണ്ട്, ഈവൻ റീസെൻ്റ്ലി ഗോൾഡ്മാൻ സാക്സ്, അതുപോലെ തന്നെ TSS, എല്ലാവരും ഇൻഡസ്ട്രി നമ്മുടെ കൊച്ചി ബേസ്ഡും ആയാലും ഈവൻ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസും നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും കൂടുതൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ക്ലബ്ബുകളാണ്. ഈ IIIT കോട്ടയത്തിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ ഏതൊക്കെയാണ്? വിദ്യാർത്ഥികളുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനായിട്ട് അത് എത്തരത്തിലാണ് സഹായകരമാകുന്നത്? ഇവിടെ ടെക്നിക്കൽ പോലെ തന്നെ കൾച്ചറും എല്ലാത്തിനും ക്ലബ്ബുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ ക്ലബ്ബായിട്ടാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ക്ലബ്ബായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ AI-ക്ക് ഒരു ക്ലബ്ബുണ്ട്, സൈബർ സെക്യൂരിറ്റിക്ക് ഒരു ക്ലബ്ബുണ്ട്, അതുപോലെ തന്നെ കോഡേഴ്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ട്, പിന്നെ ബീറ്റ ലാബ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. ഇപ്പോൾ ബീറ്റ ലാബ്സ് എന്ന് വെച്ചാൽ മെയിൻലി ഈ കുറേ പ്രോജക്റ്റ്, ഈ വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ കുറേ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. പിന്നെ ഈ AI-യുടെ ക്ലബ്ബ് എനിഗ്മ എന്നാണ് പേര്. സോ അതിങ്ങനെ കുറേ ടോക്സ് ഒക്കെ നടത്തും. AI ബേസ്ഡ് സാധനങ്ങളും അതിനെക്കുറിച്ചുള്ള ഈ സീനിയേഴ്സ് ഓരോ ടോപ്പിക് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും.
പിന്നെ അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി സെയിം പാറ്റേണാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൾച്ചറലായിട്ട് പറയുകയാണെങ്കിൽ വൈൽഡ് ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, ട്രെൻഡിൽസ് എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്. സോ ഇങ്ങനെ കൾച്ചറൽ ഫെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ബേസിക്കലി ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സീനിയേഴ്സിന്റെ എടുത്തു പറയത്തക്കെയുള്ള അച്ചീവ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം? നമ്മുടെ 4th ഇയറിൽ ഒരു സീനിയറിന് ഗേറ്റ് റാങ്ക് AIR 21 വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ 3rd ഇയറിൽ ഒരു സീനിയർ ഇതുപോലെ ഗേറ്റ് റാങ്ക് 121 വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഒരു സീനിയർ 3rd ഇയർ തന്നെ ഇപ്പോൾ സദേൺ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ 3 months ഗ്യാപ്പിൽ. ഇതൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്. ഇതിനുള്ള ഹെൽപ്പൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും ക്ലബ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത് അവിടുത്തെ ക്യാമ്പസ് പൊളിറ്റിക്സ് തന്നെയാണ്. എന്താണ് IIIT കോട്ടയത്തിലെ ഒരു ക്യാമ്പസ് ലൈഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെ അങ്ങനെ പൊളിറ്റിക്സ് ഇല്ല ക്യാമ്പസിൽ, പക്ഷേ എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ ഇവൻറ്റ്സും ഇപ്പോൾ നമ്മുടെ ടെക് ഫെസ്റ്റ് ആയാലും അബൂർ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ ക്ലബ്ബുകളാണ്. ക്ലബ്ബുകൾക്കാണ് എലക്ഷൻ വരുന്നത്. അങ്ങനെ ക്യാമ്പസ് പൊളിറ്റിക്സ് ആയിട്ട് ഇവിടെ ഒന്നുമില്ല. അങ്ങനെ BTech കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു റിസർച്ചും അതുമായി ബന്ധപ്പെട്ട ഫീൽഡുകളുമാണ്. ഒരു IIIT കോട്ടയത്തെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനായിട്ട് വരുന്നു. ഒരു റിസർച്ച് ഫീൽഡിൽ കഴിവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് IIIT കോട്ടയം പ്രത്യേകിച്ചും നിങ്ങളുടെ കോർ ബ്രാഞ്ചിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇപ്പം നമ്മുടെ ക്യാമ്പസിൽ ACMൻ്റെ ചാപ്റ്റർ ഉണ്ട്. ACM എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ മെഷീനറി. അപ്പം അതിലൊരു മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് റിസർച്ച് പേപ്പേഴ്സ് കൊടുക്കാം. അപ്പം അതിലൂടെ കിട്ടുന്ന ഒരു നോളജും ഒരു എക്സ്പോഷറും ആസ് എ സ്റ്റുഡൻറ്റ് അത് നമുക്ക് വളരെ വലുതാണ് ഇവിടുന്ന് കിട്ടുന്നത്. പിന്നെ ഉള്ളത് IEEE വരുന്നുണ്ട്. IEEE ഒരു വർഷം 4 തവണ നടത്തും ഓരോ ബ്രാഞ്ചായിട്ട്. IEEE കോൺഫറൻസ് ആയിട്ട്. അപ്പോൾ ഒരു സെമ്മിൽ 2 തവണ ഉണ്ട്. ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്നുള്ള പ്രൊഫസേഴ്സ് അവരുടെ റിസർച്ച് പേപ്പേഴ്സ് അവർ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതിൽ അവർക്കുള്ള പുതിയ ന്യൂ റിസർച്ച് ഫൈൻഡിങ്സ് മാത്തമാറ്റിക്സ് എല്ലാ ബ്രാഞ്ചായിട്ടും റിലേറ്റഡ് ആയിട്ടിരിക്കും. പിന്നെ കുറേ റിസർച്ച് പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യില്ല. അതിൽ നല്ല ബെസ്റ്റ് പേപ്പേഴ്സ് അങ്ങനെ അവർ നല്ല ബെസ്റ്റ് പേപ്പേഴ്സ് അങ്ങനെ. നമ്മുടെ ഈ 2 അസോസിയേഷൻസും നമ്മൾ ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഒരു റിസർച്ച് സ്റ്റുഡൻറ്റിന് അവിടെ ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ വലിയൊരു ഫീറ്റാണ്. അപ്പോൾ ഈവൻ നമ്മുടെ സ്റ്റുഡൻസ് ആയാലും നമ്മുടെ സീനിയേഴ്സ് ആയാലും കുറച്ചധികം ആൾക്കാർ അവരുടെ പേപ്പേഴ്സ് ഈ ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത് അവരുടെ റിസർച്ച് പ്രൊഫൈൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ സ്കോളറിന്ന് അടിച്ചു നോക്കിയാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേപ്പേഴ്സ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ആ ഗൂഗിൾ സ്കോളർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനാഷണൽ റിസർച്ചേഴ്സ് അവരുടെ ഒരു കളക്ഷൻ ഓഫ് ഇതാണ് വേണ്ടത്. പക്ഷേ അവിടെ നമ്മുടെ സ്റ്റുഡൻസ് അവരുടെ റിസർച്ച് വർക്കും കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് അസോസിയേഷൻസും ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് കോൺഫറൻസ് നടത്തുമ്പോൾ പുറത്തുനിന്നുള്ള റിസർച്ച് സ്റ്റുഡൻസ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസും അവരുടെ പേപ്പേഴ്സ് റിസർച്ച് വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് വളരെ ഒരു നേട്ടമാണ് ആ ഒരു വഴി കൂടെ നടത്തുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ CSE ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാലും നമുക്ക് ഒരു വർഷത്തിൽ 2 കോൺഫറൻസസ് നമുക്ക് നടത്തും. ഈ ഒരു കോൺഫറൻസസ് അവർ ചെയ്യുന്നിടം വഴി അവരുടെ റിസർച്ച് ഔട്ട്പുട്ട് ബൂസ്റ്റ് ചെയ്യുകയാണ് മെയിൻലി ചെയ്യുന്നത്. സാധാ ഒരു കോളേജിൽ ഒരു BTech കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ IIIT കോട്ടയത്ത് വരുന്നു, ഇവിടെ BTech കമ്പ്യൂട്ടർ സയൻസ് കോർ ബ്രാഞ്ച് എടുക്കുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് മറ്റ് വിദ്യാർത്ഥികളെക്കാൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോസ്റ്റലിലും അതുപോലെ തന്നെ ലാബ്സിലും ഉള്ള ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ്. അതായത് നമുക്ക് 100 Mbps അധികം സ്പീഡുള്ള 24/7 ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം മുന്നിലുണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിൽ നമുക്കിവിടെ ഹൈ എൻഡ് ഇൻ്റർനെറ്റ് സ്പീഡും അതുപോലെ തന്നെ നമുക്കിവിടെ വർക്ക് സ്റ്റേഷൻസ് ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷണലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് മോഡലോ അല്ലെങ്കിൽ പിന്നെ ഒരു ഡീപ്പ് ലേണിംഗ് മോഡലോ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഫാക്സെറ്റ് ലാബ് വഴി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസിന് ഹൈ എൻഡ് GPUs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ മാർക്കറ്റിൽ നമുക്ക് ഒരു ഹൈ എൻഡ് GPU മേടിക്കണമെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയോളമാകും. അത് പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി സ്റ്റുഡൻസിൻ്റെ റിസർച്ചിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് NVIDIA A100ഉം അതുപോലെ തന്നെ NVIDIA H100 GPUസും നമുക്ക് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അത് നമ്മുടെ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് സ്പെസിഫിക്കലി കമ്പ്യൂട്ടർ ലാബ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിന് ഒരു ടൈമിൽ തന്നെ 200ഓളം സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബ്സ് നമുക്കിവിടെ ഉണ്ട്. അതിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അതുപോലെ തന്നെ പലതരം കമ്പ്യൂട്ടേഷനിലുള്ള കോഴ്സസ് എല്ലാം നമുക്കിവിടെ ലാബിൽ തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസും നമുക്ക് ഇവിടെയുണ്ട്. നമ്മുടെ ട്രിപ്ലൈറ്റി കോട്ടിൽ സ്റ്റുഡൻസിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ് ഇവിടുത്തെ ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ബ്രില്യൻറ്റിലെ ജീവിതമായിട്ട് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രില്യൻറ്റിൽ നമുക്ക് എങ്ങനെയായിരുന്നു മെൻറ്റേഴ്സ് സപ്പോർട്ട് തരുന്നത്, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് നമുക്ക് സപ്പോർട്ട് തരും. അതും ഏകദേശം നമുക്കുടെ ക്ലാസ് സൈസ് ഭയങ്കര വലുതാണ്. അപ്പം ഒരു ക്ലാസ് ടീച്ചർ എന്നതിനുപരി കുറച്ച് കുട്ടികൾക്ക് വീതം ഇവിടെ ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് നമുക്കിവിടെ വളരെ വലുതാണ്. ഈവൻ പേരൻസുമായിട്ട് പോയിന്റ് ഓഫ് കോൺടാക്ട് ആണെങ്കിലും ഏത് സമയത്തും പേരൻസിന് നമ്മുടെ ഫാക്കൽറ്റി അഡ്വൈസേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യാം. അവരുടെ കുട്ടികളുടെ സ്റ്റേറ്റും അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക്സ് പെർഫോമൻസ് എല്ലാം നമുക്ക് ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് വെച്ച് കണക്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പസ് ഫുൾ ടൈം എക്സ് ആർമി അല്ലെങ്കിൽ മിലിറ്ററിയിലുള്ള ആൾക്കാർ വെച്ച് ഗാർഡനാണ്. നമ്മുടെ ഈവൻ ഹോസ്റ്റൽസ് മുതൽ നമ്മുടെ ഗേറ്റ്സ് വരെ എല്ലാം സെക്യൂർഡ് ആണ് എന്ന് നമുക്ക് പറയാം. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ക്യാമ്പസിന് എങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അതുപോലെ തന്നെ റാഗിങ് ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാര്യമായിട്ടില്ല. ഏതൊരു സ്റ്റുഡൻസിലും ഫസ്റ്റ് ഇയറിലൊക്കെ കയറി വരുമ്പോഴത്തേക്കും കൺസേൺ ഉണ്ടാവും റാഗിങ് ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കാരണം നമുക്ക് ആ ഒരു പേടിയെ നമുക്ക് വേണ്ട ഇവിടെ. സോ ഏതൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത് അവിടുത്തെ ഫെസ്റ്റ് ആണ്. ഏതൊക്കെയാണ് നിങ്ങളുടെ ആർട്സ് സ്പോർട്സ് ഫെസ്റ്റുകൾ അങ്ങനെ വല്ലതും ഉണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ബേസിക്കലി 2 ഫെസ്റ്റാണുള്ളത് മെയിൻലി ആയിട്ട് കൾച്ചറും ടെക്നിക്കലായിട്ടുള്ള. ഒന്നുള്ള ഫസ്റ്റ് അദവിയ ഫെസ്റ്റ്. അദവിയയിൽ നമുക്ക് ജൂനിയേഴ്സ് ഫ്രഷേഴ്സ് ഫസ്റ്റ് വരുമ്പോൾ അവർക്കൊന്ന് ഈ കോളേജിൽ ഇൻട്രാക്ട് ചെയ്യാനോ അവർ വരുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് കോളേജായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദവിയ ഫെസ്റ്റ്. അപ്പോൾ അവർക്ക് കുറേ ഡ്രോയിങ്സും ആർട്ടും ഡാൻസും എല്ലാം ഉണ്ടാവും. പിന്നുള്ളതാണ് അപൂർവിൻ്റെ. അപൂർവ് 3 days ഫെസ്റ്റാണ്. അദവിയും 3 days ആണ്. ഈ 3 days നമുക്ക് ടെക്നിക്കലായിട്ടുള്ള വേറെ ഡ്രോൺ വർക്ക്ഷോപ്സ്, കാർ വർക്ക്ഷോപ്സ്, എങ്ങനെ ഉണ്ടാക്കുക, മോഡലിങ് എങ്ങനെ ഉണ്ടാക്കുക, അവരുടെ റേസിങ് അങ്ങനെയുള്ളതായിരിക്കും. പിന്നെ ഡാൻസ് ഉണ്ടാവും. പിന്നെ പുറത്തുനിന്ന് ഡാൻസ് കോമ്പറ്റീഷൻസ്, മ്യൂസിക് കോമ്പറ്റീഷൻസ് എല്ലാം നന്നായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് സ്പോർട്സ് ഫെസ്റ്റ് പ്രത്വ. അത് ഒരു 2 to 3 days കാണും പ്രത്വ ഫെസ്റ്റ് ഇവിടെ. സ്വാഭാവികമായിട്ടും വരുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാം, ഇതേപോലത്തെ ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയിൻലി ഫ്യൂ കോഴ്സസ് ഉള്ളിടത്ത് ഇങ്ങനെ ഫെസ്റ്റൊക്കെ കാണുമെന്ന്. ബട്ട് ഇവിടുത്തെ സ്പോർട്സ് ഫെസ്റ്റ് വളരെ നല്ലതാണ്. 2-3 ദിവസം വളരെ ഗ്രാൻഡായിട്ട് ഒരുപാട് ഗെയിംസും സ്പോർട്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫെസ്റ്റാണ് ഇവിടുത്തെ പ്രത്വ. ഈവൻ അതുപോലെ തന്നെ പ്രത്വ എന്ന് പറഞ്ഞാൽ ഇൻട്രാ സ്പോർട്സ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇൻട്രായിട്ടും നമുക്ക് അതർ ട്രിപ്പിൾ ITs അല്ലെങ്കിൽ പിന്നെ അതർ NITസുമായിട്ട് നമുക്ക് ക്രോസ് കോളേജ് കോമ്പറ്റീഷൻസും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മിടുമിടുക്കന്മാരായ നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ ഫുട്ബോൾ ആയാലും വെയ്റ്റ് ലിഫ്റ്റിംഗ് ആയാലും ക്രിക്കറ്റ് ആയാലും ട്രിപ്പിൾ IT അലഹബാദിൽ പോയി കോമ്പീറ്റ് ചെയ്തിട്ട് ചാമ്പ്യന്മാരായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതൊരു ഫ്രഷറും കയറി വരുന്ന സമയത്ത് നമ്മുടെ ഓണം സമയമാണ്. അപ്പോൾ നിങ്ങൾ ആര് കയറി വന്നാലും ആദ്യമേ വരാൻ നിങ്ങളെ കാത്ത് ഓണാഘോഷം ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് നമ്മുടെ കോളേജിൻ്റെ ഏറ്റവും മലമുകൾ മുതൽ ഏറ്റവും താഴോട്ട് വരെ ഒരു ഓണത്തിൻ്റെ ഫുൾ വൈബായിട്ട് വരുന്ന ഒരു ഓണം സെലിബ്രേഷൻസും നമുക്ക് എല്ലാ വർഷവും ആഘോഷിച്ച് നമുക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഓണം സെലിബ്രേഷൻസ്, ദീപാവലി സെലിബ്രേഷൻസ്, പിന്നെ ഗണേശ് ചതുർത്ഥി സെലിബ്രേഷൻസ്, ഇതുപോലെ നമ്മളിവിടെ നാട്ടിൽ കാണാത്ത പലതരം കൾച്ചറൽ ഫെസ്റ്റും നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പസിൽ ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു ട്രിപ്പിൾ കോട്ടയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫുൾ സപ്പോർട്ട്, ഞങ്ങളുടെ ഫുൾ കോൺഫിഡൻസോടെ ഞങ്ങൾക്ക് പറയാം, നിങ്ങൾ കയറി പോരെ, അടിച്ചു കയറി വാറാം മക്കളെ എന്ന് പറയുന്ന പോലെ എല്ലാവരും കയറി പോരെ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സീനിയേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഫാക്കൽറ്റി അഡ്വൈസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അലൂമിനി നെറ്റ്വർക്ക് വഴി നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. പുതിയ ഈവൻ നമ്മുടെ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാം. അങ്ങനെ ഈവൻ നമ്മൾ പ്രോസ്പെക്റ്റീവായിട്ട് വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ ആദ്യമേ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാം. ഇതെല്ലാം കോളേജിൻ്റെ വെബ്സൈറ്റിൽ ടൈംലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല പ്രയർ ഗ്രൂപ്പും ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുമ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ വന്നിട്ട് ഏത് ക്ലബ്ബ്, ഏത് വെബ് ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ കുറേ ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സീനിയേഴ്സ് നല്ല ഗൈഡ് ചെയ്യും, നല്ല ഫ്രണ്ട്ലിയാണ് അവർ. പിന്നെ ഫെസ്റ്റിവൽ, ഓരോ ഫെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നല്ല പഠിത്തം മാത്രമാവില്ല, ഒരു നല്ല ഫീൽ, ഇൻട്രാക്ഷൻ, നല്ല ഫ്രണ്ട്ലി ഫീലൊക്കെ ആയിരിക്കും വരിക.
അപ്പം നിങ്ങളുടെ അംബീഷൻ കമ്പ്യൂട്ടർ സയൻസിലൊരു കരിയർ പെർസ്യൂ ചെയ്യുന്നുള്ളതാണെങ്കിൽ എന്തായാലും IIIT കോട്ടയം അതിന് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കാം. സോ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു IIIT കോട്ടയത്തിലേക്ക്. Brilliant Study Center, India's #1 coaching center for NEET and JEE.